അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. നിങ്ങൾക്കായി ഞാൻ എന്റെ പുതിയൊരു എപ്പിസോഡാണിത്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. ഗോപാലേട്ടാ, നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഞാൻ ഈ നാടകം എഴുതി തീർത്തു. അല്ല തുടങ്ങണ്ടേ? ക്യാമറ റോളിംഗ് സാർ. ആദ്യ ഭർത്താവ് വാസുദേവ അയാൾ എന്താണ് കാണിക്കുന്നത്? ഒന്നുകൂടെ റിവെന്റ് നോക്ക്. എടാ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. ആദ്യ ഭർത്താവ് വാസുദേവ പൊതുവാളിനെ നീ കൊന്നുവല്ലേ? പറഞ്ഞോണ്ടല്ലോ പൊതുവാളിനെ ഞാൻ തട്ടും. കൊന്നു. ശവം എന്ത് ചെയ്തു? തിന്നോ? ശവം എന്ത് ചെയ്തു? തിന്നോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. രണ്ടാം ഭർത്താവ് സജിത്തിനെ നീ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ശ്രമിച്ചോ? നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകഴ്ത്തരുത്, ഞാൻ പെരുങ്കള്ളനാവും. എന്തിന്? തിന്നാൻ. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. എന്തിന്? തിന്നാൻ. അടുത്തതാരാ? മൂന്നാം ഭർത്താവ് പ്രകാശനാണോ? മൂന്നാം ഭർത്താവ് പ്രകാശനാണോ? എന്താണ് ഇത്? അവള് വേറെ ടൈപ്പ് സ്ത്രീയാടാ. ഏത് ടൈപ്പ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുരുഷന്മാരെ വിവാഹം ചെയ്ത് വഞ്ചിച്ച വഞ്ചകി എന്ന് പറഞ്ഞുകൂടാ, മഹിളാ രത്നം. മൂന്നാം ഭർത്താവ് പ്രകാശനാണോ? അല്ല. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. പിന്നെ ആരാടി നീ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചേരി പോയി മണം വിൽക്കാൻ പോണു. മോളെ, എടാ ഇവള് നമ്മളെക്കാളും തറയടാ. നീ എന്നെ സ്കെച്ച് ചെയ്യല്ലേടി? എന്റെ ദൈവം, ഇതെന്തേ വരച്ചു വെച്ചേക്കുന്നത്? കറക്റ്റാണിത്. അയാൾക്കിന്റെ കൂടി പിടിയും വലിയൊക്കെ ആയിരുന്നു. എന്റെ കുപ്പായ ആകെ നാശായി. ആഭരണങ്ങൾ കട്ടെടുത്തത് നീയല്ലേടി? അതെ. സത്യസന്ധനായ കള്ളൻ. എന്തിന്? ഒരു സുഖം, ഒരു മനസുഖം. നിന്റെ 16 അടി നിരത്തിന് പൊന്തലിടാ. മലയാള നാടക പ്രസ്ഥാനത്തിന്റെ ഭാവുകത്വ പരിണാമത്തിൽ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു വെറൈറ്റി സാധനം. നിന്റെ 16 അടി നിരത്തിന് പൊന്തലിടാ. വയലാർ എഴുതുമോ ഇതുപോലെ? എന്തിന്? നിന്റെ 16 അടി നിരത്തിന് പൊന്തലിടാ. ഇവള് തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. മതി സാറേ, ചത്തുവോ? ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയോ വിവരം അറിയും. അപ്പൊ ഞാൻ പോട്ടെ. This program is sponsored by